നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. രാജു ഇവിടെ വന്നിട്ടുണ്ടോ? ക്യാഷിന്റെ ആവശ്യത്തിന്. ഉണ്ട്. വർമ്മ സാറ് പറഞ്ഞു എന്ന് പറഞ്ഞായിരിക്കുമല്ലോ രാജു കാശ് കടം ചോദിച്ചിരിക്കുന്നത്. അതെ, അതെങ്ങനെ മോളറിഞ്ഞു? അതൊക്കെ അവിടെ നിക്കട്ടെ. ഞാൻ വിളിച്ചതേ രാജുവിന് ആ ക്യാഷ് കൊടുക്കരുതെന്ന് പറയാന്. മാഡം പറഞ്ഞത് സത്യം വർമ്മ സാറ്. വർമ്മ സാറിനെ ബുദ്ധിമുട്ടിച്ച ഞങ്ങൾക്കത് മനസ്സിന് അംഗീകരിക്കാനാവാത്ത കാര്യമാണ്. വർമ്മ സാർ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്. പക്ഷെ ഇത് ഞങ്ങൾ പരിഹരിച്ചോളാം വർമ്മ സാറേ. അതെ അച്ഛാ, അത് ഞങ്ങളുടെ വാശിയാണ്. ശരി, എങ്കിൽ അങ്ങനെ ആവട്ടെ. ഞാനാട്ടെ. അപ്പൊ നീ വാശിയിലാണോ ഋതികേ? ശരി, എങ്കി നമുക്കേ കാണാം. നിങ്ങളുടെ കുടുംബത്തിലെ ബുദ്ധിമുട്ടുകൾക്കിടയിലും വീറോടെയും വാശിയോടെയും പറഞ്ഞ വാക്ക് പാലിക്കാനുള്ള ഓട്ടവും കഷ്ടപ്പാടും ഒക്കെ നല്ലത് തന്നെയാണ്. നാളെ ഒരിക്കൽ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാവുമ്പോ അതിനെയൊക്കെ നേരിടാനുള്ള ധൈര്യവും നിങ്ങൾക്കുണ്ടാവും. എല്ലാം നല്ലതിന് തന്നെ. ഒരാവശ്യം വന്ന സ്വന്തം കൈപ്പിടിയിൽ കാര്യങ്ങൾ ഒതുങ്ങുന്നില്ല എന്ന് തോന്നിയ ഏത് നിമിഷവും നിങ്ങൾ വിളിച്ച നിങ്ങളുടെ ഒരു വെളിപ്പാടകല് ഞാൻ ഉണ്ടാവും. നിങ്ങൾ മറക്കരുത്. ശരി സാർ. എന്നാലും എനിക്കിതങ്ങ് വിശ്വസിക്കാനാവുന്നില്ല. രാജു വർമ്മ സാറിനോട് ക്യാഷിന്റെ കാര്യം സംസാരിച്ചോ? അതേട്ടാ, എനിക്കും ജീവിക്കണ്ടേ. ഈ ഇലക്ഷൻ വർക്കൊക്കെ നടക്കുന്നുണ്ട്. വർമ്മ സാറിന്റെ കയ്യില് ഫണ്ടിനെ കുറിച്ച് ടൈറ്റ്. വർമ്മ സാർ എന്നോട് പറഞ്ഞു, നീ എവിടുന്നാന്ന് വെച്ചാ ക്യാഷ് അറേഞ്ച് ചെയ്തോ, ഇലക്ഷൻ കഴിയുമ്പോ എനിക്ക് ക്യാഷ് തിരിച്ചു തരാന്ന്. വർമ്മ സാറ് ഒരുപാട് തിരക്കില്ല. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചേട്ടൻ വിളിച്ചു ചോദിച്ചോ. ഏയ്, എനിക്കതിന്റെ ആവശ്യമില്ല. രാജു ഈ പറഞ്ഞ കാര്യങ്ങൾ രാജു എനിക്ക് ഒരു വെള്ള പേപ്പറിൽ എഴുതി തന്നാ മതി. എന്തു പറയുന്നു? അല്ല, അതിന്റെയൊക്കെ ആവശ്യമുണ്ട് ചേട്ടാ. പിന്നെ ആവശ്യമുണ്ടെന്നേ. എന്തിനും ഏതിനും ഒരു രേഖ വേണമല്ലോ. ഹലോ. ഹലോ സണ്ണി ചേട്ടാ, ഞാൻ രുക്മിണിയുടെ മോള രമ്യ. മോളോ? എന്താ മോളെ? രാജു ഇവിടെ വന്നിട്ടുണ്ടോ ക്യാഷിന്റെ ആവശ്യത്തിന്? ഉണ്ട്. വർമ്മ സാറ് പറഞ്ഞു എന്ന് പറഞ്ഞായിരിക്കുമല്ലോ രാജു കാശ് കടം ചോദിച്ചിരിക്കുന്നത്. അതെ, അതെങ്ങനെ മോളറിഞ്ഞു? അതൊക്കെ അവിടെ നിക്കട്ടെ. ഞാൻ വിളിച്ചതേ രാജുവിന് ആ ക്യാഷ് കൊടുക്കരുതെന്ന് പറയാന്. ആ ക്യാഷ് എന്റെ വീട്ടുകാർക്ക് രാജുവിന്റെ വീട്ടുകാര് കൊടുക്കാനുള്ള ക്യാഷാ. അത് മറ്റൊരാളുടെ കയ്യിൽ നിന്ന് വാങ്ങി രാജു ഇപ്പൊ എന്റെ അമ്മയ്ക്ക് തിരിച്ചു കൊടുത്ത പിന്നെ എന്റെ പ്ലാൻ ഒന്നും നടക്കില്ല. ഓ, അങ്ങനെ ഒരു കുരുക്കുണ്ടായിരുന്നു. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന എന്തെങ്കിലും ഈ സണ്ണി ചെയ്യുവോ? മോളെ, നിങ്ങളുടെയൊക്കെ ദയ കൊണ്ടല്ലേ ഈ സണ്ണി ജീവിച്ചു പോകുന്നേ. ശരി ഏട്ടാ. രാജു, ഒരു പ്രശ്നമുണ്ട്. എന്താ? ഒരു 6 മാസത്തേക്ക് എന്റെ അക്കൗണ്ടിൽ നിന്ന് ഒരു ചില്ലി കാശെടുക്കാൻ പറ്റില്ല. അതെന്താ? അക്കൗണ്ട് ഫ്രീസായി. ദേ ഇപ്പൊ ബാങ്കിൽ നിന്ന് എന്നെ വിളിച്ചത്. അയ്യോ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ചേട്ടനെ മാത്രം വിശ്വസിച്ചാ ഞാൻ. ക്ഷമിക്കണം രാജു. രാജു ഒരു കാര്യം ചെയ്യേ, ഒരു 6 മാസം കഴിഞ്ഞിട്ട് വാ. തൽക്കാലം എവിടെന്നെങ്കിലും ആവശ്യത്തിനുള്ള ക്യാഷ് കടമായിട്ട് വാങ്ങ്. 6 മാസം കഴിഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് അവർക്ക് തിരിച്ചു കൊടുക്കാമല്ലോ. അപ്പൊ രാജു ചെല്ലേ, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോകാനുണ്ട്. ശരി.
ആയുഷ് എണീറ്റില്ലേ പ്രിയേ? ഇല്ലമ്മേ, അവള് നല്ല ഉറക്കം. ഉം. നീ ഇതൊന്ന് നോക്കിക്കേ. ഞാനേ ആ ഉഷ് ചേച്ചി ഒന്ന് വിളിക്കട്ടെ. എന്താ അമ്മേ, എന്തിനാ രാവിലെ അവരെ വിളിക്കുന്നേ? നമ്മുടെ ചിട്ടി ഒരെണ്ണ ഇല്ലേ, അത് നേരത്തെ തരാൻ പറ്റുമെന്ന് ചോദിക്കാനാ. കുറച്ച് കാശ് കടായിട്ട് തരാമോന്ന് ചോദിക്കണം. രുക്മിണി അമ്മയ്ക്ക് കൊടുക്കാനുള്ള കാശ് കുറച്ചെങ്കിലും ശരിയായാലേ മനസ്സിനൊരു സമാധാനം കിട്ടും. സ്വിച്ച് ഓഫ് ആണല്ലോ. ഇന്നലെ മുതൽ സ്വിച്ച് ഓഫ് എന്ന് പറയുന്നേ. അമ്മ ആ സുമയൊന്ന് വിളിച്ചു ചോദിക്ക്. സുമയും ഉഷ ചേച്ചിയും അല്ലേ ചിട്ടിയുടെ കാര്യങ്ങൾ നോക്കുന്നത്. ആ. ആ ഹലോ സുമേ. അല്ല, ഞാൻ ഇന്നലെ മുതൽ ഉഷേച്ചി വിളിക്കുന്നുണ്ടായിരുന്നു. ഉഷേച്ചിയുടെ ഫോണ് സ്വിച്ച് ഓഫ്. അല്ല, അതല്ല, എനിക്ക് കാശിന്റെ കുറച്ച് ആവശ്യമുണ്ടായിരുന്നു. ചിട്ടിയൊന്ന് നേരത്തെ മറിക്കാൻ പറ്റുമോന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. അയ്യോ, ആണോ? എന്നിട്ട് ശരി. എന്താ അമ്മേ, എന്തു പറ്റി? എന്തേടി? വേണുട്ടാ, നമ്മുടെ ചിട്ടി നടത്തിക്കൊണ്ടിരുന്ന ഉഷേച്ചിയില്ലേ? അതെ, ഉഷക്കെന്താ? ചിട്ടിക്കാശെല്ലാം എടുത്തോണ്ട് അവരുടെ മകൻ എങ്ങോട്ട് മുങ്ങിന്ന്. ഏത്? ആ +2 പഠിക്കണ ഇറക്കണോ? അതേന്ന്. രാജുവിനോട് വാങ്ങുന്നതും മിച്ചം പിടിച്ചതെല്ലാം നുള്ളിപ്പെറുക്കി ഞാൻ ചേർത്ത് വെച്ച കാശ. ഇനി അത് തിരിച്ചു കിട്ടുമെന്തോ. ആ ചെക്കന്റെ കൂട്ടുകെട്ട് ശരിയല്ലെന്ന് ഞാൻ അവന്റെ അച്ഛനും അമ്മയോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്നറിയോ? ഇപ്പൊ എന്തായി? ഉഷേച്ചി പോലീസ് സ്റ്റേഷനിലാന്നാ സുമ പറഞ്ഞത്. നിങ്ങൾ ഒന്ന് ചെന്ന് നോക്ക്. ആ പോകാം, പോയി അന്വേഷിച്ചല്ലേ പറ്റൂ. പരിചയക്കാരായി പോയില്ലേ, പിന്നെ നമ്മുടെ കാശ് അവരുടെ കയ്യിലായി പോയില്ലേ. അച്ഛാ, ആ അച്ഛനിത് രാവിലെ എങ്ങോട്ടാ? ഉഷയുടെ ഇളയ മകൻ ചിട്ടിക്കാശ് കൊണ്ട് മുങ്ങിന്ന് നമ്മുടെ കാശ് കുറച്ചുണ്ട്. ഞാനൊന്ന് പോയി അന്വേഷിച്ചിട്ട് വരാം. ശരി അച്ഛാ. അമ്മ വിഷമിക്കൊന്നും വേണ്ട. അവനൊരു കൊച്ചു പയ്യനല്ലേ, ഒരുപാട് ദൂരം പോയി കാണില്ല. അമ്മ കൂട്ടിവെച്ച കാശ് പോയല്ലെന്ന് ഓർത്ത് വിഷമിക്കുകയും വേണ്ട. അതല്ലടാ, രുക്മിണി അമ്മയ്ക്ക് കൊടുക്കാനുള്ള കാശിന്റെ കാര്യത്തിന് ഒരു തീരുമാനമായില്ലല്ലോ. ചിട്ടിക്കാശെങ്കിലും കിട്ടിയിരുന്നെങ്കില് അവരെ തൽക്കാലം ഒന്ന് സമാധാനിപ്പിക്കാന്ന് വിചാരിച്ചതാ. അതും രാധമേ, രുക്മിണി ആന്റിക്ക് കൊടുക്കേണ്ട ക്യാഷിന്റെ കാര്യത്തില് നിങ്ങൾ ആരും വെറുതെ ടെൻഷൻ ആവണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.